എന്തായാലും നമുക്ക് പശ്ചിമേഷ്യയിലെ സ്ഥിതിയാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും ചെറിയ ആശ്വാസം ഉണ്ടല്ലേ, യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ട്രംപ് പറയുകയാണ്. പക്ഷെ എന്തായാലും ഒരു ചർച്ച സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് വെടിനിർത്തലിന്റെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത്. നോക്കാം, നിർത്താൻ ഞങ്ങൾ ശ്രമിക്കാം, നിങ്ങൾ കൂടെ നിൽക്കൂ. അതെ, അശാന്തം പശ്ചിമേഷ്യ. ഇറാനിൽ വെടിനിർത്തൽ സാധ്യത തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ നയതന്ത്ര തലത്തിൽ ചർച്ചകളാകാമെന്ന് ട്രംപ്. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ എല്ലാം തകർത്തു. ഇറാനിലെ നേതാക്കൾ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നു. പൂർണ്ണമായും തകർന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ ചർച്ചാ വിഷയമല്ലെന്നും ഹോർമൂസ് കടലിടുക്ക് സ്വയമേ തുറക്കപ്പെടുമെന്നും ട്രംപ്. They don't have a navy, they don't have an air force, they don't have any equipment they don't have any spotters, they don't have anti-aircraft, they don't have radar, and their leaders have all been killed at every level. We're not looking to do that. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് ചേരുന്നത്. ഐസൻ, ഈ ചർച്ചയാകാമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതായത് ഇറാനെ നമ്മൾ പൂർണ്ണമായും നിലംപരിശാക്കി കഴിഞ്ഞു, അവരുടെ പതനം സംഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു ചർച്ച എന്നുള്ള നിലയ്ക്കാണോ ട്രംപ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്? തീർച്ചയായും ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം ഒരു വെടിനിർത്തൽ എന്ന രീതിയിൽ, അതായത് പരസ്പരം സംഘർഷം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു വെടിനിർത്തൽ നടപ്പിലാക്കാം എന്ന രീതിയിലുള്ളൊരു സമീപനം വേണ്ടതില്ല. അതിന് മാത്രമുള്ള ശേഷിയിലല്ല ഇറാനുള്ളത്. ഇറാൻ്റെ സംവിധാനങ്ങളെല്ലാം 95% മിസൈലുകൾ തകർത്തു, ലോഞ്ചറുകൾ തകർത്തു, അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രതിരോധ വ്യവസായ രംഗം മുഴുവൻ തകർത്തു. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും, അതിൻ്റെ സപ്ലൈ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്ത് ഇറാനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ എന്ന സാങ്കേതിക ഒരു നീക്കം അവിടെ ആവശ്യമില്ല. പക്ഷേ ചർച്ചകളാകാം എന്നൊരു നിലപാട്, അതായത് നേരത്തെ തന്നെ പലതവണ ട്രംപ് ആവർത്തിച്ചൊരു കാര്യമാണ്, ചർച്ചകളാകാം, ഏത് സമയത്തും ചർച്ചകളാകാം. അത് ആണവ ചർച്ചകളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതും വ്യക്തമാണ്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം അദ്ദേഹം പുറത്തുവിട്ട, അല്ലെങ്കിൽ ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളായി പുറത്തു വന്ന ഒരു ട്വീറ്റാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി പരിഗണിക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്താണോ ഇറാനിൽ ലക്ഷ്യം വെച്ചത് അതിന് വളരെ എത്തിയിരിക്കുകയാണ് അമേരിക്ക. അതുപോലെ തന്നെ അവിടെയുള്ള സൈനിക സംവിധാനങ്ങൾ ഉന്നം വെച്ച ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാനും സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലെ ആ ഒരു ഭീകര ഭരണകൂടത്തെ, ടെററിസ്റ്റ് റെജിം എന്ന് തന്നെയാണ് അദ്ദേഹം അതിനെ പരാമർശിക്കുന്നത്, അത്തരമൊരു ഭരണകൂടത്തെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി അതിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ ആ യുദ്ധം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു വൈൻഡ് അപ്പ് എന്ന വാക്ക് തന്നെ അദ്ദേഹം അത് കൃത്യമായ വാക്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്.